ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 തേവരയിൽ വെച്ച് വിറ്റുപേർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളായിരുന്നു. കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധവും നിർമ്മലവുമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളൊക്കെ ശ്രവിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-16 തിരുവചനത്തിന് ദൈവം അരുളിച്ചെയ്യുകയാണ്: അനിതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ദൈവം വന്ന് വസിക്കുന്ന ഹൃദയം അനുതാപമുള്ളിടത്താണ്, വിനയമുള്ളിടത്താണ്. ആ ഒരു ഹൃദയത്തെ നമുക്ക് സ്വീകരിക്കണം, സ്വന്തമാക്കണം. ദൈവ ഭയമുള്ളവരായിരിക്കണം. എന്താണ് ഈ ദൈവഭയം എന്ന് പറയുന്നത്? നമ്മൾ കർത്താവിൻ്റെ ന്യായവിധിയെ ഭയപ്പെടുന്നതല്ല. അവിടുന്ന് നമുക്ക് നൽകിയ ആ നന്മകളിൽ നമ്മൾ ആ നീതിയും വിശ്വസ്തതയും പുലർത്തുമ്പോൾ അവിടെ ഒരു ദൈവ ഭയമുണ്ടാകുകയാണ്. അവിടെ ആ ദൈവത്തോടുള്ള ഭക്തി നമുക്കുണ്ടാകുകയാണ്, ദൈവത്തോടുള്ള സ്നേഹം നമുക്കുണ്ടാകുകയാണ്, അവിടത്തോടുള്ള വിശ്വസ്തത നമുക്കുണ്ടാകുകയാണ്. ഈ ഒരു പുണ്യങ്ങളെല്ലാം സ്വീകരിക്കുമ്പോഴാണ് ഈശോയുടെ വചനം നമ്മിൽ മാംസമായി വരിക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിലും പരിശുദ്ധ മറിയത്തിലും ഓരോ വചനവും മാംസമായി. ഓരോ വചനങ്ങളും പരിശുദ്ധ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഈശോയാൽ നിറയപ്പെട്ട അമ്മയായ മറിയത്തെ നമ്മൾ ഈ മാസങ്ങളിൽ കൂടുതൽ ധ്യാനിക്കുകയാണ്. ജപമാലയുടെ മാസമായിട്ട് നമ്മൾ ഈ മാസത്തെ ആചരിക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളിലും നമ്മൾ ജപമാലകൾ കൂടുതൽ സമർപ്പിക്കുമ്പോൾ നന്മ കൊണ്ട് ലോകം നിറയപ്പെടുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകല സ്ഥലവും നിറഞ്ഞിരിക്കുന്നുവെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ തരംഗം നമ്മുടെ ഓരോരുത്തരുടെയും മേലും വന്ന് ആവസിക്കുമ്പോഴാണ് നമുക്ക് ആ ദൈവഭയം, ദൈവസ്നേഹം, പരിശുദ്ധാത്മാവിനെ എല്ലാം ലഭിക്കുന്നത്. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നതും അറിയുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ സകലതിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നതും ശ്രവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്: ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചിരുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുകയാണ്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളിൽ ഓരോരുത്തരിലും ആവസിക്കുന്നത്. ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈശോയുടെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകുവാനും ഉള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. നമ്മൾ വിറ്റുപേറിൻ്റെ ആ തേവരയിൽ വെച്ച് നടത്തിയ ക്ലാസ് തുടർച്ചയായിട്ട് കേട്ടുവരികയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രവിച്ചു. എളിമപ്പെടും തോറും കർത്താവിൻ്റെ കൃപയിലേക്ക് നമ്മൾ വരുന്നു. അതുപോലെ തന്നെ നമ്മളെ ദൈവം എപ്പോഴും ഓർമ്മപ്പെടുത്തൽ വഴി നമ്മുടെ ആത്മാവിനെ ദൈവം ഉണർത്തിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ ശ്രവിക്കുകയായിരുന്നു. അതിനുശേഷം ബ്രദർ പറയുകയാണ്: ദൈവം നമ്മയെല്ലാം വിളിച്ച സമയത്ത് നാം ഏത് അവസ്ഥയിലായിരുന്നുവോ, ചിലപ്പോൾ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, വലിയമ്മയായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, വലിയ ജനതയായിരിക്കാം, ആരായിരുന്നാലും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയാണ് പരമപ്രധാനം. ഏത് അവസ്ഥയിലാണോ നാം കർത്താവിൽ വന്നത്, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവിനെ കൊടുക്കണം. ഈശോയുടെ ശിഷ്യന്മാരെല്ലാം വിളിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് കർത്താവിനെ കൊടുത്തത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ ഉത്തേജിപ്പിക്കുന്നത്. 2 കൊറിന്തോസ് 5:14-15 ദൈവസ്നേഹത്തിൻ്റെ ആധിക്യം വരുമ്പോഴാണ് കൂടുതൽ കൃപ വരുന്നത്, അല്ലെങ്കിൽ കൃപയായിരിക്കുകയില്ല. റോമ 12:3 ഉള്ളതിലധികം മേന്മ ആരും ഭവിക്കരുത്. നമ്മളിലുള്ള വിശ്വാസമനുസരിച്ചാണ് ദൈവം കൃപ തരുന്നത്. കൃപ ആത്മാവിൻ്റെ കൂടെയാണ്. യോഹന്നാൻ 3:8 കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഈ വചനം വെച്ച് രാത്രിയിൽ ധ്യാനിച്ചു നോക്കണം. എങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ശക്തരാകും. ഇന്നിവിടെ ബൈബിൾ ക്ലാസ് തുടങ്ങിയിട്ട് 1 വർഷമായി. കർത്താവ് ഒരിക്കൽ നമ്മിൽ വന്നാൽ പിന്നെ വിട്ടുകളയരുത്.
വിട്ടുകളഞ്ഞാൽ കർത്താവ് വീണ്ടും വരുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹെബ്രായർ 6:4-12 വരെ. അതുകൊണ്ട് ഓരോ ദിവസവും പശ്ചാത്താപിക്കുന്നവന് കൂടുതൽ കൃപയിലേക്ക് വരുവാൻ സാധിക്കും. റോക്കറ്റിൽ കയറി കർത്താവിൽ വരുവാൻ സാധിക്കും. 2 തിമോത്തി 3:16. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. പ്രബോധനം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. റോമ 6:18. വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ശാസനം സ്വീകരിക്കണം. ലൗകിക മനുഷ്യർക്ക് ശാസനം ഇഷ്ടമല്ല. അവർ അത് സ്വീകരിക്കുകയില്ല. കാരണം തെറ്റ് തിരുത്തണം, അത് കഴിയുകയില്ല. ഇത് സ്വീകരിക്കുമ്പോഴാണ് പലരും അനുരഞ്ജനത്തിലേക്ക് വരുന്നത്. നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ മാപ്പ് കൊടുക്കണം. ഓടിച്ചെന്ന് മാപ്പ് പറഞ്ഞാൽ അപ്പോൾ അടികിട്ടും. പിശാച് പരസ്പരം അടുപ്പിക്കും. നിങ്ങൾ ഇളയപ്പൻ്റെ വീട്ടിൽ മാപ്പ് പറയുവാനായി ചെല്ലുമ്പോൾ ഒരുപക്ഷേ ഇളയപ്പൻ്റെ മകൻ നിങ്ങളെ എതിർക്കാനായി കാത്തിരിക്കുകയാണ്. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. കൃപയില്ലാത്തതുകൊണ്ടാണ് ഓടിപ്പോയി മാപ്പ് പറയുന്നത്. 2 കൊറിന്തോസ് 2:10-11. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. അത് ജ്ഞാനം ഉപയോഗിച്ച് വേണം എല്ലാം ചെയ്യുവാൻ. അതുകൊണ്ടാണ് ആദ്യം ഹൃദയത്തിലാണ് മാപ്പ് കൊടുക്കേണ്ടത്. ഈശോയ്ക്ക് ആവശ്യം ഹൃദയമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ ഹൃദയം ലോലമാണ്, അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. നമ്മൾ ഹൃദയത്തിലാണ് എല്ലാവരോടും ക്ഷമിക്കേണ്ടത്. അസ്വസ്ഥത വരുമ്പോൾ ഹൃദയത്തിൽ ക്ഷമിക്കണം. യോഹന്നാൻ 14:1. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഓടിപ്പോയി ഒന്നും ചെയ്യരുത്. ഹൃദയത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. ഹൃദയത്തിൽ ക്ഷമ കൊടുത്ത് വരുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാ വൈരാഗ്യവും വിട്ടുപോകും. ദൈവം തന്നെ അവരുടെ മുറിവുകൾ ഉണക്കും. അപ്പോൾ ഇതിൽ നമ്മൾ കേൾക്കുകയായിരുന്നു, ദൈവം നമ്മളെ വിളിച്ച സമയത്ത് നാം ഏത് അവസ്ഥയിലായിരുന്നുവോ, ചിലപ്പോൾ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, വലിയപ്പച്ചനായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, വലിയ ജനതയായിരിക്കാം, ആരായിരുന്നാലും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് പരമപ്രധാനം. അപ്പോൾ മാമോദീസായിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയവരാണ്. എങ്കിലും നമ്മൾ പല അവസ്ഥയിൽ ഈശോയിൽ നിന്ന് അകറ്റപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ്. അപ്പോൾ ഈശോ നമ്മളെ സ്പർശിച്ച് കഴിയുമ്പോൾ, നമ്മൾ ഈശോയുമായിട്ട് അടുത്ത് കഴിയുമ്പോൾ, അപ്പോൾ ഏതവസ്ഥയിൽ നമ്മൾ വന്നോ അല്ലെ, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭിച്ച ആ ഈശോയെ അനേകരിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈശോയുടെ ശിഷ്യന്മാരെല്ലാം വിളിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് കർത്താവിനെ കൊടുക്കുന്നത്. വിശുദ്ധ പത്രോസ് ശ്ലീഹായും പൗലോസ് ശ്ലീഹായും കർത്താവിൻ്റെ അപ്പസ്തോലന്മാരെല്ലാം ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. ഇവിടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുകയാണ്, 1 കൊറിന്തോസ് 7:20 പറയുകയാണ്, വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു കൊള്ളട്ടെ. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ? സാരമില്ല. സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമയായി തീരരുത്. അതുകൊണ്ട് സഹോദരരെ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ. 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം മാറ്റാൻ ശ്രമിക്കേണ്ട. ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിച്ഛേദനം ചെയ്യേണ്ടതില്ല. പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ ഒന്നും നോക്കേണ്ട. ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് പരമപ്രധാനം. ഇതെല്ലാം പറയുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവകൽപ്പനകൾ പാലിക്കുകയാണ്. അടിമയാണെങ്കിലും സ്വതന്ത്രരാണെങ്കിലും എപ്പോഴും അവർ ക്രിസ്തുവിൻ്റെ അടിമയായിരിക്കണം എന്നാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ അടിമത്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ എല്ലാ നുകങ്ങളും നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആ ദൈവത്തിൻ്റെ നുകം എന്ന് പറയുമ്പോൾ സ്നേഹമാണ്. ഈശോയും പിതാവുമായിട്ടുള്ള ഗാഢമായിട്ടുള്ള ഒരു ബന്ധമാണ് ദൈവത്തിൻ്റെ നുകം. ആ നുകം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ഈശോയുടെ അതേ വഴിയെ നടക്കുവാൻ അവിടെ നമ്മളെ സഹായിക്കുന്നത്. യോഹന്നാൻ 14:6 നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയാണ് വഴിയും സത്യവും ജീവനും. ആ ഈശോയുടെ പാതയിലൂടെ നമ്മളെ വിളിക്കപ്പെടുവാനും ആ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ നമുക്ക്
നമ്മുടെ ആത്മീയ ജീവിതം തുടരാനും സഹായിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ്. അതുപോലെ ഇവിടെ വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ ഉത്തേജിപ്പിക്കേണ്ടത്. 2 കൊരിന്തോസ് 5:14 തൊട്ടുള്ള വചനത്തിൽ അതിൽ പറയാണ്, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഈ ദൈവത്തിൻ്റെ സ്നേഹമായിരിക്കണം നമുക്ക് ഉത്തേജനം നൽകുന്നത്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. ആ ഈശോ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വയം ബലിയാടായപ്പോൾ അനേകരെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് മാറി. അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും എത്തിച്ചേരുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആധിക്യം വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കൃപ വരുന്നത്, അല്ലെങ്കിൽ കൃപ ആയിരിക്കേയില്ല. റോമ 12:3 ഉള്ളതിലധികം മേന്മ ആരും ഭവിക്കരുത്, നമ്മിലുള്ള വിശ്വാസം അനുസരിച്ചാണ് ദൈവം കൃപ തരുന്നത്. കർത്താവിൻ്റെ കൃപയുടെ ആധിക്യം നമ്മളിൽ ആവസിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിലുള്ള വിശ്വാസം അനുസരിച്ചാണ്. നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ പോകുമ്പോൾ നമ്മളിലൊരു കാപട്യം ഉണ്ടാകുകയാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളിലെ ആ വ്യക്തിത്വത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുമ്പോഴാണ് അവിടെ കാപട്യമില്ലാതായി മാറുക. നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കുമ്പോൾ, മറ്റുള്ളവരെക്കാൾ വലിയവരാകാൻ ശ്രമിക്കുമ്പോൾ, കപടമായി പെരുമാറുമ്പോൾ എല്ലാം നമ്മളിൽ ഒരു മേന്മ ഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ഉള്ളതിലധികം മേന്മ ആരും ഭവിക്കരുത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. കർത്താവ് നമുക്ക് തന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കണം. നമ്മൾ കൂടുതൽ കൂടുതൽ വിശ്വാസം. അതുകൊണ്ടാണ് ഈ അപ്പസ്തോലന്മാരെല്ലാം ദൈവത്തോട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17:5 കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ് അവർ ദൈവത്തോട് കേണപേക്ഷിക്കുക. ഈ വിശ്വാസം, പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ശക്തികളെയും, തിന്മയുടെ ശക്തിയെ തകർക്കാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ആ വിശ്വാസമാണ് നഷ്ടപ്പെട്ടു പോകുക. ആത്മീയ ജീവിതത്തിൽ പ്രധാനമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ ലോകത്തിൽ ആയിരിക്കുമ്പോൾ പല പല സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോഴൊക്കെ നമ്മുടെ വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെടും. എങ്ങനെയാണ് ഈ വിശ്വാസം നമ്മുടെ വർദ്ധിക്കുക? ഈ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുക നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലൂടെ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമാണ് ഈ വിശ്വാസത്തിൽ നമുക്ക് ശക്തി പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ ഈശോയുടെ ആ മരണസമയത്തൊക്കെ വിശ്വാസത്തിൽ നിന്ന് വിട്ടുവിട്ടവർ പോവുകയാണ്. അപ്പോഴാണ് ഈശോ വിശുദ്ധ പത്രോസിനോട് പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 22-ാം 31-32 തിരുവചനത്തിലൊക്കെ, ശിമിയോൻ ശിമിയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. ഈശോ പ്രാർത്ഥിക്കുകയാണ് ശിഷ്യന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി. അതാണ് ഈ വിശ്വാസം നമുക്കൊരു പളുങ്കുപാത്രത്തിലാണ് നൽകിയിരിക്കുന്നത്. ഈ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാനാണ് നമ്മൾ പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിൻ്റെ പിന്നാലെ നമ്മൾ യാത്രയാകാൻ ശ്രമിക്കുമ്പോൾ ഓരോ തരത്തിലും നമ്മൾ ശക്തരായി വരും. നമുക്കറിയാം, അബ്രഹത്തെ ദൈവം പരീക്ഷിച്ചു വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. റോമാ 4:20 പറയുന്നുണ്ട്, അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരെ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ അബ്രഹാം ശക്തി പ്രാപിച്ചു. അതുകൊണ്ടാണ് വിശ്വാസം എന്ന പുണ്യം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കൃപ ആത്മാവിൻ്റെ കൂടെയാണ്. യോഹന്നാൻ 3:8 കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടത്തേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഈ വചനം വെച്ച് രാത്രിയിൽ ധ്യാനിച്ചു നോക്കണം, എങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ശക്തരാകും. ഇതിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നത് എപ്പോഴെന്നോ അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. കാറ്റ് എന്ന് പറയുമ്പോൾ, അഗ്നി എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഈ കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെയാണ് വരിക. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ ആത്മാവിനെയാണ് പൊതിയുക. പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ ഒക്കെ നമ്മൾ ശക്തി പ്രാപിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ ഈ കൃപ പൊതിയുകയാണ്.
ഈ വചനങ്ങളൊക്കെ വെച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ വസിക്കുന്നത്. കർത്താവ് ഒരിക്കൽ നമ്മൾ വന്നാൽ പിന്നെ വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞാൽ കർത്താവ് വീണ്ടും വരുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഹെബ്രായർ 6:4-12 വരെയുള്ള വചനം. അതുകൊണ്ടാണ് ഓരോ ദിവസവും പശ്ചാത്താപിക്കുന്നവന് കൂടുതൽ കൃപയിലേക്ക് വരുവാൻ സാധിക്കുക. റോക്കറ്റിൽ കയറി കർത്താവിൽ വരുവാൻ നമുക്ക് സാധിക്കും. 2 തിമോത്തി 3:16. ഇതിലെന്താണ് പറയുക? ഒരിക്കൽ നമ്മൾ കർത്താവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഈശോയുടെ കൂടെ ആയിരിക്കണം. ഹെബ്രായർക്ക് ലേഖനം 6:4 വചനത്തിൽ പറയുകയാണ്, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്യുന്നവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. നമ്മൾ ഈശോയെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ ആ ക്രിസ്തുവിൽ നിന്ന് മനഃപൂർവ്വം മാറ്റപ്പെടുമ്പോൾ, ക്രിസ്തുവിനെ മനഃപൂർവ്വം മാറ്റിവെക്കപ്പെടുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ പാപത്തിലേക്ക് ഒക്കെ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈശോയിൽ വന്നിട്ട് നമ്മൾ പറ്റുന്നിടത്തോളം ഈശോയിൽ നിന്ന് പോകാതിരിക്കാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും വലിയൊരു മരുന്നാണ് എല്ലാ ദിവസവും അനുതാപം എന്ന ശുശ്രൂഷ. എല്ലാ ദിവസവും നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റപ്പെടുക. നമ്മുടെ ഹൃദയം മാംസളമുള്ള ഹൃദയമായിട്ട് മാറുക. ഉഴുതുമറിച്ച് ഏറ്റവും വിശുദ്ധമായൊരു ഹൃദയം, ഉഴുതുമറിക്കുന്ന ഒരു ഹൃദയത്തിൽ മാത്രമേ വിശുദ്ധിക്ക് വന്ന് വസിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെ നമ്മൾ ചെറിയ പാപം ചെയ്ത് ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അകറ്റപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായി മാറുകയാണ്. അപ്പോൾ നമ്മൾ ആ ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും ഒക്കെ രുചിച്ചറിഞ്ഞവരാണ്. അറിഞ്ഞിട്ട് നമ്മൾ ഈശോയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മുടെ പാപം കഠിനമായി മാറും, നമ്മളുടെ ഹൃദയം കഠിനമായി മാറും, നമ്മൾ മാരക പാപത്തിന് അടിമയായി മാറും. അതുകൊണ്ടാണ് ആ കിട്ടിയ ഈശോയെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഓരോ ദിവസവും അത് ഊതി നമ്മൾ കത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. കുദാശ ജീവിതത്തിലേക്കും വിശുദ്ധിയിലേക്കും നമ്മളെ വിളിച്ച് ആ വിളിയോടുള്ള പരിപൂർണ വിശ്വസ്തത നമ്മൾ പുലർത്തുവാൻ കടപ്പെട്ടവരാണ്. 2 പത്രോസ് 1:10-12 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോകുകയില്ല. ഈ വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈശോ പറയുന്നുണ്ട്, വിളിക്കപ്പെട്ടവർ വളരെയാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈശോ തന്നെ പറഞ്ഞ വചനമാണ്. വിളിക്കപ്പെട്ടവൻ അനേകരാണ്. ഈ തിരഞ്ഞെടുപ്പ് ലഭിക്കണമെങ്കിൽ ദൈവത്തോട് കൂടെ ചേർന്നിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് അവിടെ നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. ക്രിസ്തുവിനോട് കൂടിയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് എന്ന് വെളിപാടിൻ്റെ പുസ്തകം പറയുന്നുണ്ട്. ഈശോയുടെ കൂടെ ഉള്ളവർ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശ്വസ്തരാണ്. അപ്പോൾ ഈ വിളിയോട് നമ്മൾ പരിപൂർണ്ണ വിശ്വസ്തത പുലർത്തണം. നമ്മൾ വീണ് പോയെങ്കിൽ തന്നെയും കൂടുതൽ എളിമപ്പെടുമ്പോൾ, കൂടുതൽ താഴാൻ നമ്മൾ തയ്യാറാകുമ്പോൾ കൂടുതൽ പരിപൂർണ ശക്തിയിലേക്ക് വീണ്ടും നമുക്ക് കയറി വരുവാനും ആ ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലേക്ക് നമുക്ക് പോകുവാനും സാധിക്കും. അതാണ് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാലാഹയെ നമുക്കറിയാം. ലൂസിഫർ എന്ന മാലാഹ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് അഹങ്കാരം വന്നു. ദൈവത്തെക്കാളും വലിയ ആളാകണമെന്നുള്ളൊരു ഭാവം വന്നപ്പോഴാണ് തിന്മയുടെ ഒരു ശക്തിയായിട്ടത് മാറിയത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. ക്രിസ്തുവിനെ പരിപൂർണമായിട്ടും അനുഭവിച്ച് അറിഞ്ഞിട്ട് അവിടുത്തെ നമ്മൾ തള്ളിപ്പറയുമ്പോൾ, അവിടുത്തേക്കെതിരായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും എല്ലാം നമ്മളിൽ അഹങ്കാരം എന്ന പാപമുണ്ടാകുകയാണ്. അങ്ങനെ നമ്മൾ വലിയ പാപത്തിനടിമയായി മാറും. അതുകൊണ്ടാണ് എല്ലാ നമ്മൾ മൂലപാപങ്ങളിൽ പ്രധാനപ്പെട്ട പാപമായിട്ട് കാണുന്നത് അഹങ്കാരം ഉണ്ട്. മനുഷ്യരായി നമ്മളിലെല്ലാം അടിയുറച്ചൊരു സംഭവമാണ് അഹങ്കാരം. അതിനാണ് നമ്മളോട് കൂടുതൽ എളിമപ്പെടുന്നതിനും അനുതാപം എന്ന ശുശ്രൂഷ സ്വീകരിക്കുന്നതിനും അവിടെ നമ്മളോട് ആവശ്യപ്പെടുക. യോഹന്നാൻ സുവിശേഷം 3-ാം 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും ഈശോ പറയുന്നുണ്ട്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യം കാണാനോ പ്രവേശിക്കുവാനോ സാധിക്കില്ല. എന്താണ് ഈ വീണ്ടും ജനനം? നമ്മൾ സ്ഥിരമായിട്ട് അനുതാപം എടുക്കുമ്പോൾ, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ നമ്മളിൽ വരുന്ന കൃപയാണ് അനുതാപം.
പശ്ചാത്താപം. അതിലൂടെ നമ്മൾ നീതിയാൽ പരിശീലിപ്പിക്കപ്പെടുന്നവരായി മാറും. ഇവിടെ പറയുകയാണ്, നമ്മൾ ഓരോ ദിവസവും പശ്ചാത്താപം എടുക്കുമ്പോൾ, ശാസനം സ്വീകരിക്കുമ്പോൾ, ശിക്ഷണം സ്വീകരിക്കുമ്പോൾ 2 തിമോത്തി 3:16 റോക്കറ്റിൽ കയറി കർത്താവിൽ വരും. എളിമപ്പെടും തോറും ദൈവരാജ്യം വികസിച്ചുകൊണ്ടിരിക്കും. എളിമപ്പെടും തോറും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും ഈശോയിൽ. യോഹന്നാൻ 3:30 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. സ്നാപ യോഹന്നാൻ ഈശോയെ കണ്ടപ്പോൾ പറയുകയാണ്, ഈശോ പരിപൂർണമായിട്ട് വളരണം, ഞാൻ ഇല്ലാതാകണം. ഇതിൽ പറയുന്നു 2 തിമോത്തി 3:16 എന്താ പറയുക, കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ നിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുകയാണ്. നമ്മൾ പര്യാപ്തരാകുന്ന എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തരാകുന്നത് എങ്ങനെയാണ്? നമ്മൾ വിശുദ്ധ ലിഖിതം സ്വീകരിക്കുന്നതിലൂടെ, ശാസനം സ്വീകരിക്കുന്നതിലൂടെ, പ്രബോധനം സ്വീകരിക്കുന്നതിലൂടെ എല്ലാമാണ് നമ്മൾ റോക്കറ്റിൽ കയറി കർത്താവിൽ വരിക. നമ്മൾ ആ ശാസനം ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോഴെന്താ, നമ്മളിൽ അത്രമാത്രം വ്യത്യാസങ്ങളുണ്ടാകുകയാണ്. മറ്റൊരു വ്യക്തിയായിട്ട് നമ്മൾ മാറുകയാണ്. അതാണ് നമ്മുടെ ആത്മീയ ഗുരുവിൽ നിന്നും നമ്മുടെ കുമ്പസാരക്കാരിൽ നിന്നും ഒക്കെ നമ്മൾ ആ ശാസനങ്ങൾ, പ്രായശ്ചിത്തങ്ങൾ, പരിഹാരങ്ങൾ ഒക്കെ സ്വീകരിച്ച് വളരുമ്പോഴാണ് നമുക്ക് ഈ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാകുക. പിന്നെ ബ്രദർ പറയുകയാണ്, ലൗകിക മനുഷ്യന് ശാസനം ഇഷ്ടമില്ല, അവർ അത് സ്വീകരിക്കുകയില്ല. കാരണം തെറ്റ് തിരുത്തണം, അതവർക്ക് കഴിയില്ല. ഇത് സ്വീകരിക്കുമ്പോഴാണ് പലരും അനുരഞ്ജനത്തിലേക്ക് വരിക. കണ്ടോ, പലർക്കും ശാസനം കിട്ടുമ്പോഴേ അവരതിൽ നിന്ന് മാറിപ്പോവും. കാരണം നമ്മുടെ അഹങ്കാരമാണ്. നമ്മളിൽ പല ചിന്തകളുണ്ടാക്കും. നമ്മൾ മാറ്റി നിർത്തപ്പെട്ടു, നമ്മളോട് അവർക്ക് ഇഷ്ടമില്ല, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ തന്നെ മെനഞ്ഞ് അതിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമുക്കൊരിക്കലും ഈശോയിൽ വളരുവാൻ സാധിക്കുകയില്ല. അവിടെ അനുരഞ്ജനം ഉണ്ടാകുകയില്ല. അത് നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കാതെ വരും. അതാണ് നമ്മളെപ്പോഴും ഹൃദയത്തിൽ മാപ്പ് കൊടുക്കണം. ഈ ശാസനം കിട്ടുമ്പോഴും ഒക്കെ നമ്മൾ ഹൃദയത്തിൽ മാപ്പ് കൊടുത്ത് വളരുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുക. അതുപോലെ തന്നെ വേറൊരു ആത്മീയ രഹസ്യം പറയുന്നത്, നമ്മൾ ഒരു വ്യക്തിയോട് എന്തെങ്കിലും പിണക്കങ്ങളോ എന്തെങ്കിലും അവർ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചെന്നവരോട് മാപ്പ് പറയുമ്പോൾ അവിടെ സാത്താൻ്റെ പ്രവർത്തനങ്ങളുണ്ടാകും. ആദ്യമേ നമ്മൾ മാപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. വിദ്വേഷം, വൈരാഗ്യം, ഈ തിന്മയുടെ ശക്തികളൊക്കെ വരുമ്പോഴും അവർ ആ അരൂപി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാനും പ്രശ്നമുണ്ടാക്കാനും പരദൂഷണം പറയുവാനും വാദിക്കാനും തർക്കിക്കാനുമാണ് അവർ ആഗ്രഹിക്കുക. അപ്പോൾ ആ അരൂപിയെ ഇല്ലാതാക്കണമെങ്കിൽ ഹൃദയത്തിൽ നമ്മൾ മാപ്പ് കൊടുത്തു വരുമ്പോൾ ആ തിന്മയുടെ ശക്തി ഒരു ഭാഗത്ത് നിന്ന് കുറഞ്ഞു വരുമ്പോഴാണ് എതിർ പാർട്ടിയിൽ നിന്നും ആ അരൂപി വിട്ടുമാറുക. ആ ഒരു കൂട്ടർ ഹൃദയം കൊണ്ട് എളിമപ്പെടുമ്പോൾ മറ്റേ കൂട്ടരും ആ അരൂപിയിൽ നിന്ന് വിട്ട് അവർ സ്വതന്ത്രരാകും. അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തിൽ എപ്പോഴും മാപ്പ് കൊടുത്തുകൊണ്ടിരിക്കണം. ശേഷം ബ്രദർ പറയുന്നുണ്ട് 2 കൊരിന്ത്യർ 2:10-11 ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം, അതും ജ്ഞാനവും ഉപയോഗിച്ച് വേണം എല്ലാം ചെയ്യാൻ. അതുകൊണ്ടാണ് ആദ്യം ഹൃദയത്തിൽ മാപ്പ് കൊടുക്കേണ്ടത്. ഈശോയ്ക്ക് ആവശ്യം ഹൃദയമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ ഹൃദയം ലോലമാണ്, അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. നമ്മൾ ഹൃദയത്തിലാണ് എല്ലാവരോടും ക്ഷമിക്കേണ്ടത്. അസ്വസ്ഥത വരുമ്പോൾ ഹൃദയത്തിൽ ക്ഷമിക്കണം. യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, ഓടിപ്പോയി ഒന്നും ചെയ്യരുത്. ഹൃദയത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. ഹൃദയത്തിൽ ക്ഷമ കൊടുത്തു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ എല്ലാ വൈരാഗ്യവും വിട്ടുപോകും. ദൈവം തന്നെ അവരുടെ മുറിവുകൾ ഉണക്കും. അപ്പോൾ ഈ ഹൃദയത്തിൽ മാപ്പ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മുറിവുകളും ഉണക്കപ്പെടും. ഈശോയുടെ പ്രവർത്തനം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കണം. നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് ഈശോയുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാകുക. അതിലൂടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് നമുക്കിന്ന് കിട്ടിയ ഈ വചനങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആ പരിശുദ്ധ മറിയത്തിലൂടെയാണ് ഈശോയുടെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ക്ഷമ എന്ന കൃപ
നമുക്ക് സ്വീകരിക്കുവാനും സാധിക്കുക. വിശുദ്ധ മറിയത്തിന് ഈശോയെയും ആയിട്ട് പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴും ഈശോയുടെ ജനനത്തിന് മുമ്പ് ഈ പരിശുദ്ധ മറിയത്തിന് അനേകം സ്ഥലങ്ങളിലൂടെ ഈശോയെയും കൊണ്ട് ഉദരത്തിൽ ആയ ഈശോയെയും കൊണ്ട് പോകേണ്ടി വന്നു. ആ സമയത്തെല്ലാം പരിശുദ്ധ മറിയം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. ദൈവത്തോടൊരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല. പരിപൂർണമായിട്ട് എളിമപ്പെട്ട പരിശുദ്ധ അമ്മ ആ ദുർഘടമായ യാത്രയിലെല്ലാം പരിശുദ്ധ മറിയം നിശബ്ദത പാലിച്ചു, ക്ഷമാപൂർവം ദൈവീക പദ്ധതികൾക്ക് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് അമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.